ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം. അങ്ങനെ 2 ഉരുളക്കിഴങ്ങും തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനിതാ മുറിച്ചെടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഉരുളക്കിഴങ്ങ് മുറിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടുതൽ ആവരുത് കേട്ടോ, കാരണം ഉരുളക്കിഴങ്ങിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഉണ്ടാവും ഇത് അരഞ്ഞ് വരുമ്പോൾ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ടുള്ള ഒരു പേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അരയാതൊക്കെ കിടക്കുന്ന പീസുകളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതാ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 കപ്പ് കടലമാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂണ് വൈറ്റ് എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ള നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ കറുത്ത എള്ള ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് ആദ്യം തന്നെ പിന്നെ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്, കാരണം പൊട്ടാറ്റോ അരച്ചെടുത്തതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് പിന്നെ നമുക്ക് ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ കുഴച്ച് നോക്കിയിട്ട് ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കുഴച്ച് നോക്കുന്ന സമയത്ത് ഇത് കുറച്ചൊരു ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 1/4 കപ്പ് കടലമാവും 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് കടലമാവും വേണ്ടി വരും. അപ്പോൾ ഇതിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് മതിയാവും. അപ്പോൾ പിന്നെ കൂടുതൽ വലിയ ഉരുളക്കിഴങ്ങൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പിന്നെ പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഇതിലേക്ക് ഇനി ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരുപാട് ടൈറ്റ് ആയിട്ടുമല്ല, എന്നാൽ ഒരുപാട് ലൂസായിട്ടുമില്ല, കറക്റ്റ് ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്നത് സേവനാഴിയാണ്. അപ്പോൾ സേവനാഴിയിലെ അച്ച് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള അച്ചാണ് കേട്ടോ എടുക്കുന്നത്. ഇങ്ങനെ 3 എണ്ണം വരുന്ന അച്ചുണ്ട്. പിന്നെ ഇത് നമ്മൾ സാധാരണ മുറുക്ക് ഉണ്ടാക്കുന്ന ഒരു സ്റ്റാർ ആയിട്ടുള്ളതാണ്. ഇത് സ്റ്റാറിൻ്റെ വേറൊരു ഡിസൈനിൽ വരുന്ന അച്ചാണ് കേട്ടോ. അപ്പോൾ ഈ അച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ സേവനാഴിയിൽ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു അച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള മാവ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇത് സ്റ്റാറിൻ്റെ അച്ചൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നുറുക്കിൻ്റെ ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ നുറുക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നുറുക്കുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ മുന്നേ ചെയ്തതാണ്. അപ്പോൾ അത് വാഴയിലയിലാണ് നമ്മൾ ചുറ്റിച്ച് കൊടുത്തിരുന്നത്. അതുപോലെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ഒരു എളുപ്പമുള്ള പണിയാണ് ഞാൻ എടുക്കുന്നത്. അത് നേരിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് തിരിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് കത്രിക വെച്ചിട്ട് നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് മൂത്ത് പോവും. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. സാവധാനം വേണം കേട്ടോ ഇത് മൂപ്പിച്ചെടുക്കാൻ, എന്നാലുള്ളൂ ക്രിസ്പി ആയിട്ട് നിൽക്കുള്ളൂ, തണുത്ത് പോവാതിരിക്കുള്ളൂ. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ എണ്ണയിലുള്ള തിളയൊക്കെ ഒന്ന് നിന്നിട്ട് ഇത് ഒന്ന് മൊരിഞ്ഞ് വന്ന ആ ഒരു സൗണ്ടൊക്കെ കേൾക്കും കേട്ടോ. ഒരു കറുമുറായിട്ടുള്ള ഒരു സൗണ്ട് കേൾക്കുമല്ലോ നമ്മളിതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് ചൂടാറി കഴിയുമ്പോഴുള്ളൂ കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. ഇനി
ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പില പൊരിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്